തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ KS ശബരിനാഥൻ, കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ CPIയുടെ ഡോക്ടർ R ലതാദേവി, തൃശൂർ അടാട്ട് പഞ്ചായത്തിൽ അനിൽ അക്കര, പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിൽ KC രാജഗോപാൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങി വിജയിച്ച മുൻ MLAമാർ ഇവർ. ശബരിനാഥന്റെയും KC രാജഗോപാലിന്റെയും മുന്നണികൾ തോറ്റു. മുൻ MLA അനിൽ അക്കര വീണ്ടും അടാട്ടിന്റെ പ്രസിഡന്റാകും. പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കോൺഗ്രസ് മുൻ MLAയും പിന്നീട് വിമതനുമായ AV ഗോപിനാഥ് പരാജയപ്പെട്ടു. CPIഎമ്മുമായി സഹകരിച്ചിട്ടും പഞ്ചായത്തിൽ ഭരണം തുടരാൻ ഗോപിനാഥിനും അനുയായികൾക്കും കഴിഞ്ഞില്ല. കട്ടപ്പനയിൽ തോറ്റ ഇടുക്കിയിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാവ് EM അഗസ്തി രാഷ്ട്രീയം തന്നെ വിടുന്നെന്ന് പ്രഖ്യാപിച്ചു. വടക്കൻ പറവൂരിൽ മുൻമന്ത്രി S ശർമ്മയുടെ ഭാര്യ ആശയും, തൃപ്പൂണിത്തുറ നഗരസഭയിൽ മുൻമന്ത്രി TK രാമകൃഷ്ണന്റെ മകൻ യതീന്ദ്രനും ഇടത് സ്ഥാനാർത്ഥികളായി നിന്ന് തോറ്റു. AKG സെന്ററും BJP സംസ്ഥാന കാര്യാലയവും സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ UDF ആണ് ജയിച്ചത്. എന്നാൽ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവൻ സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലത്ത് ജയിച്ചത് BJP. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാർഡിൽ ജയിച്ചത് BJP. മന്ത്രിമാരായ VN വാസവൻ, P രാജീവ്, KN ബാലഗോപാൽ തുടങ്ങിയവരുടെ വാർഡുകളിൽ UDF വിജയിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ കണ്ണൂർ പായം പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് വിജയിച്ചു. പാലായിൽ ജോസ് കെ മാണിയുടെ വാർഡിൽ UDFനും മാണി C കാപ്പന്റെ വാർഡിൽ LDFനും വിജയം. LDF ഘടകകക്ഷി RJDയുടെ സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയംസ് കുമാറിന്റെ പുളിയാർമല വാർഡിൽ BJP ആണ് ജയിച്ചത്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.